1/2 ലിറ്റർ പാലുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് നമുക്കിങ്ങനെ ബട്ടറും അതുപോലെ നെയ്യും നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഇവിടെ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പാല് കിട്ടിയ ഉടനെ തന്നെ ഞാനത് തിളപ്പിച്ച് വെക്കും. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ചായയൊക്കെ ഇടുന്ന സമയമാകുമ്പോഴത്തേനും പാല് ചെറുതായിട്ടൊന്ന് ചൂടാറി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഞാൻ പാട സൈഡിലോട്ട് മാറ്റിയിട്ടാണ് ആവശ്യത്തിനുള്ള പാല് ചായ ഇടാനൊക്കെ എടുക്കാറ്. പിന്നീട് വൈകിട്ടാകുമ്പോഴത്തേനും പാട നല്ലതുപോലെ കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ ഒരു യെല്ലോ കളറിലൊക്കെ നമ്മുടെ പാട ഇരിക്കുന്നത് കാണാം. അതുപോലെ കുറച്ച് കട്ടിയിൽ നമുക്ക് നമ്മുടെ പാട കിട്ടുകയും ചെയ്യും. ഇങ്ങനെ പാല് വൈകുന്നേരം ആകുമ്പോഴത്തേനും നല്ലപോലെ തണുത്ത് അതിൻ്റെ മുകളിൽ പാട കട്ടിയായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാട നീക്കിയെടുക്കാറ്. പിന്നെ ഓരോ പാലിൻ്റെയും കൊഴുപ്പിന് വ്യത്യാസം ഉണ്ടാവും. നല്ല കൊഴുപ്പുള്ള പാലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ല കട്ടിയിൽ പാട കിട്ടുന്നതാണ്. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഈ പാൽപ്പാട നമ്മൾ ഫ്രീസറിൽ ഒരു ബോക്സിൽ സൂക്ഷിച്ചിട്ട് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇത് അടിച്ചെടുത്താൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള നെയ്യ് ബട്ടറൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ബട്ടറും അതുപോലെ നെയ്യൊക്കെയാണ് വീട്ടിൽ ഉപയോഗിക്കാറ്. പിന്നെ കേക്ക് ബട്ടർ ഉപയോഗിച്ചുണ്ടാക്കുന്ന കേക്ക്, ബിസ്ക്കറ്റ് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ബട്ടർ തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാലിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മളിങ്ങനെ പാലിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേനും ഇത് സിമ്മോഡിൽ ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഇത് വേവിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് സാധാരണ കിട്ടുന്നതിനേക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ കട്ടിയിൽ പാൽപ്പാട നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഈ പാലിപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ചായ എടുക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മുകളിൽ ഇങ്ങനെ പതഞ്ഞു കിടക്കുന്ന ആ പാട ഉണ്ടാകുന്ന ആ ഭാഗം നമുക്ക് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം പാല് എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴും കുറച്ച് പാലൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പാട കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നമ്മുടെ പാലിപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ മഞ്ഞ കളറിൽ ഇങ്ങനെ പാട ഉണ്ടായിട്ടിരിക്കാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതൊരു കയ്യിൽ വെച്ച് നമ്മുടെ പാട ഇങ്ങനെ മെല്ലെ എടുത്ത് നമ്മൾ ഫ്രീസറിൽ ഏത് ബോക്സിലാണ് വെക്കുന്നത് ആ ബോക്സിലേക്ക് നമുക്ക് ഈ പാട എടുത്തിടാം. അപ്പം നമുക്കിതിൽ നിന്ന് ഇത്രയും പാട കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദിവസവും തിളപ്പിച്ചെടുക്കുന്ന പാലിൽ നിന്നും ഇതുപോലെ പാട നമുക്ക് കളക്ട് ചെയ്തിട്ട് ഇതുപോലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും നമുക്ക് പാൽപ്പാട നമുക്ക് അടിച്ചെടുക്കാൻ പാകത്തിന് നമുക്ക് കിട്ടുന്നതാണ്. പാൽപ്പാട ഞാൻ ഫ്രീസറിൽ ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്തതാണിത്. ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് കുറച്ച് മുന്നേ എടുത്ത് പുറത്തോട്ട് വെച്ചതാണ്. നമുക്ക് അടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഒരുമിച്ചിട്ട് കൊടുത്താൽ നമുക്ക് അടിച്ചു കിട്ടാനായിട്ട് താമസമായിരിക്കും. അതുകൊണ്ട് കുറേശ്ശെ നമുക്കിട്ട് അടിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ പാത്രത്തിൽ നിന്നും ഇത്രയും ഭാഗമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം ഞാൻ നമ്മുടെ ആ പാൽപ്പാട കവർ ചെയ്യുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഏറ്റവും ഹൈ സ്പീഡിൽ തന്നെ നമ്മളത് അടിച്ചെടുക്കുക. നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ ആദ്യം ഇത് സാധാരണ പോലെ കറങ്ങും. അതിനുശേഷം ഇത് കറങ്ങുന്ന സൗണ്ട് ഒന്ന് മാറും. അതായത് കുറച്ചൊന്ന് ടൈറ്റ് ആവുന്ന പോലെ ഉണ്ടാവും. അതിനുശേഷം വീണ്ടും നമ്മുടെ നെയ്യ് ഒന്ന് ഫോം ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഗ്ലാസിന്റെ അടപ്പാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ നെയ്യ് ഇങ്ങനെ ഫോം ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഈ സമയത്ത് ഇത് നെയ്യ് ഫോം ആവുന്ന സമയത്ത് അതിന്റെ ആ സൗണ്ട് പിന്നെയും ഒന്ന് മാറുന്നതായിരിക്കും. നല്ല സ്പീഡിലുള്ള ഒരു സൗണ്ടായിട്ട് ഇത് മാറും. അപ്പം നമുക്കിത് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലെ നമുക്ക് നല്ല കട്ടിയിൽ നമ്മുടെ വെണ്ണ നമുക്ക് കിട്ടും. ഇതിൽ വെള്ളമൊക്കെ നല്ലതുപോലെ പിഴിഞ്ഞു കളഞ്ഞ്
കട്ടിയുള്ള ഭാഗം മാത്രം നമുക്ക് എടുക്കാം. നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ വെണ്ണയൊക്കെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ നല്ല എളുപ്പമാണ്. ദിവസവും നമ്മൾ പാല് തിളപ്പിക്കുന്ന ആ പാട ഒന്ന് എടുത്ത് വെച്ച് ഫ്രീസറിൽ അത് സ്റ്റോർ ചെയ്താൽ മതി. ഇപ്പം നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ വെണ്ണ റെഡിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ബാക്കി വരുന്ന വെള്ളം പോലെയുള്ള ഭാഗമാണിത്. നമ്മളിനി ബാക്കി പാൽപ്പാട നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ വേറെ ഐസ് ക്യൂബ് ഇട്ട് അതുപോലെ വേറെ തണുത്ത വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കേണ്ടത്. നമ്മുടെ പാൽപ്പാടയിൽ നിന്നും റെഡിയാക്കി എടുത്ത വെണ്ണയാണിത്. ഇനി നമുക്കിതൊരു ബോക്സിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അതുപോലെ നമുക്കൊരു ബോക്സിൽ വെക്കാം. ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബോക്സാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ബട്ടർ ഞാനിപ്പം ഈ ബോക്സിന്റെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ച് ബട്ടർ ഞാനിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ഈ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമ്മുടെ ബട്ടറിന് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ബട്ടർ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് കുറച്ചുണ്ടായിരുന്നു. ഞാനതും ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. വെണ്ണ ഉരുക്കിയെടുക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ണയിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ ബട്ടർ ഇപ്പം നല്ലതുപോലെ അലുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പതഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിങ്ങനെ ഈ പതഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പാകം ഒന്ന് മാറണം. അപ്പോഴാണ് നമ്മുടെ നെയ്യ് നമുക്ക് റെഡിയായി കിട്ടുക. ഇപ്പോൾ ആ വെള്ളം പോലെ പതഞ്ഞിരുന്ന് അതൊക്കെ മാറി ഇപ്പോൾ ഒന്ന് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുമ്പം ഇതിങ്ങനെ ഒരു കൊമള പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ആ ഒരു പൊട്ടുന്ന സൗണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ നെയ്യ് നമുക്ക് റെഡി ആയിട്ടുണ്ടാവുക. ഇതിപ്പം പൊട്ടി തീർന്നിട്ടുണ്ട്. നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. നമ്മുടെ നെയ്യപ്പം ചൂടാറിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് നമുക്കിത് അരിച്ചെടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുത്ത നല്ല ശുദ്ധമായ നെയ്യ്.